നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ മലയോര ജനത 9-ന് രാജ്ഭവൻ മാർച്ച് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേടായ സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് 23-ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ പുതുവത്സര ദിനത്തിൽ തൊടുപുഴ നഗരസഭ ഓഫീസിനു മുന്നിൽ ഉപവാസ സമരം നടത്തി. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ഡിസംബർ 26 മുതൽ നടന്നു വന്നിരുന്ന ക്യാമ്പാണ് ഇന്ന് സമാപിച്ചത്. ഇടുക്കി വെള്ളിയാമരത്ത് കുട്ടി കർഷകരായ സഹോദരങ്ങളുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തു. വീടിനോട് ചേർന്നുള്ള ഫാമിലെ 13 പശുക്കളാണ് വിഷബാധയേറ്റ് ചത്തത്. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. 1.5 കോടി രൂപയ്ക്ക് റിസോർട്ട് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വ്യവസായിയിൽ നിന്നും 8 ലക്ഷം രൂപ കവർന്ന 2-അംഗ സംഘം പിടിയിലായി. വാർത്തകൾ വിശദമായി. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര ജനത 9-ന് രാജ്ഭവൻ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർഷക ദ്രോഹികളെയും ഇടുക്കി ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുന്ന വിധ്വംസക സംഘടനകളെയും ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അവർ പറഞ്ഞു. രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി 5, 6, 7 തീയതികളിൽ ജനങ്ങളെ അണിനിരത്തുന്ന സമ്മേളനങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുമെന്നും LDF ഭാരവാഹികൾ വ്യക്തമാക്കി. കേരള നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂപതിവ ഭേദഗതി നിയമത്തിൽ ഗവർണർ ഒപ്പുവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ മലയോര ജനത 9-ന് രാജ്ഭവൻ മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി 5, 6, 7 തീയതികളിൽ 52 പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും 2 മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്തുന്ന സമ്മേളനങ്ങളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുമെന്നും പാർട്ടി ഭാരവാഹികൾ വ്യക്തമാക്കി. ജില്ലയിലെ കർഷക ദ്രോഹികളെയും ഇടുക്കിയെ തമിഴ്നാടിനോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന വിധ്വംസക സംഘടനകളെയും ജനങ്ങൾ തിരിച്ചറിയണമെന്നും അവർ അറിയിച്ചു. ഗവൺമെന്റ് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചാണ് ഇപ്പോൾ നിയമസഭയിൽ കൊണ്ടുവന്ന ഭേദഗതി കൊണ്ടുവന്നത്. ആ ഭേദഗതി അനുസരിച്ച് 60-ലെ ഭൂമി പതിവ് നിയമം അനുസരിച്ച് 64-ലെയും 93-ലെയും ചട്ടമനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള എല്ലാ നിർമ്മിതികൾക്കും അനുമതി നൽകാനുള്ള ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തുന്നതാണ് ഭേദഗതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. 3 മാസമായി ഈ ഭേദഗതി, നിയമ ഭേദഗതി സംസ്ഥാന ഗവർണറുടെ മേശപ്പുറത്തുണ്ട്. അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ് പാസ്സാക്കി കൊടുക്കുന്ന ഒരു നിയമത്തിൽ ഒപ്പിടില്ല എന്നൊരു തീരുമാനത്തിൽ നിൽക്കുന്നയാളാണ്. അപ്പോൾ ഇതിനകത്തും അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കി ജില്ല മാത്രമല്ല മറ്റു ജില്ലകളിൽ കുറേ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയാണ്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു വിഷയമാണ്. ഇപ്പോഴും നിയമസഭ നിയമം അംഗീകരിച്ചെങ്കിലും ഗവർണർ ഒപ്പിടാതെ അത് നിയമമായി മാറില്ല. അപ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ ഗവൺമെൻറ് അതിൽ ഒപ്പിടണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം, അല്ലെങ്കിൽ രാഷ്ട്രപതി കൂടുക. അദ്ദേഹം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ RJD ജില്ലാ പ്രസിഡന്റ് MA ജോസഫ്, LDF ജില്ലാ കൺവീനർ KK ശിവരാമൻ, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്, CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. NCP ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ അടിമാലിയിൽ നടന്നു. NCP ദേശീയ ജനറൽ സെക്രട്ടറി NA മുഹമ്മദ് കുട്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അടിമാലി വ്യാപാര ഭവനിലായിരുന്നു NCP ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അരികിൽ നിൽക്കെ ജില്ലയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. NCP ദേശീയ ജനറൽ സെക്രട്ടറി NA മുഹമ്മദ് കുട്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകളും LDFന്റെ ഭാഗമായി പിന്നീടുണ്ടായിരുന്ന NCP വന്നപ്പോഴും ഉണ്ടായിരുന്ന ആളുകളുമാണ് NCPയുടെ ശരിയായി പറഞ്ഞ അതിന് ശക്തി. അപ്പൊ എന്തുകൊണ്ട് ശ്രീ അജിത് പവാറിന്റെ നേതൃത്വത്തിലൊരു വിഭാഗം ഇത്തരത്തിൽ കേരളത്തിൽ വരുമ്പോൾ അത് ശ്രീ ചാക്കോ പറയുന്ന പോലെ അത് BJPയുടെ അല്ലെങ്കിൽ NDയുടെ ഭാഗമായിട്ടുള്ള ഒരു വിഭാഗമല്ലേ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയാം, ഞങ്ങൾക്ക് ഒരിക്കലും NDAയുടെ BJPയുടെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ എല്ലാ NCPക്കാരും
കോൺഗ്രസിൽ നിന്നും അതിനുശേഷം LDFന്റെ ഭാഗമായി നിന്നവരുമാണ്. അവർക്കൊരിക്കലും അത്തരത്തിൽ BJP പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, കേരളത്തിൽ ഈ വിഭാഗം LDFന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കും എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ദേശീയ നേതൃത്വം തന്നെ ഇവിടെ അഴിമതിക്കെതിരെ പാർട്ടി എല്ലാവർക്കറിയാം. 2021 അസംബ്ലി ഇലക്ഷനിൽ LDFന്റെ മുദ്രാവാക്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത് അഴിമതി മുക്ത ഭരണം എന്നതാണ് മുന്നോട്ട് വെച്ചത്. ആ അഴിമതി മുക്ത ഭരണം എന്ന LDFന്റെ മുദ്രാവാക്യത്തെ ഏറ്റവും അധികം നശിപ്പിച്ചത് ശ്രീ ചാക്കോയുടെ നേതൃത്വത്തിലുള്ള NCP എന്ന വിഭാഗമാണ് എന്ന് നമുക്കറിയാം. ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി തെങ്ങുംപള്ളിൽ അധ്യക്ഷനായി. പാർട്ടി സംസ്ഥാന കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. KK ഷംസുദ്ദീൻ, KM പൈലി, സിയാദ് പറമ്പിൽ, ഫിലിപ്പ് തോമസ്, ഷൈജു ജോസഫ്, ഓമന TA തുടങ്ങിയവർ പ്രസംഗിച്ചു. കൺവെൻഷനിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കേടായ സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് 23-ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ പുതുവത്സര ദിനത്തിൽ തൊടുപുഴ നഗരസഭ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി. കഴിഞ്ഞ 3 വർഷമായി ഈ വാർഡിലെ ലൈറ്റുകൾ കത്തുന്നില്ലെന്നും പലതവണ പരാതിപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രദേശത്തെ പൊതുജനങ്ങൾ രാത്രികാലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകയാണെന്നും എത്രയും പെട്ടെന്ന് ചെയർമാൻ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊടുപുഴ നഗരസഭാ ഓഫീസ് മുതൽ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ വരെയുള്ള ഉടുമ്പന്നൂർ റോഡ്, മാർക്കറ്റ് റോഡ്, പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച് കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ സമാപിക്കുന്ന ബൈപ്പാസ്, ഇവിടെ നിന്നും മൂപ്പിൽക്കടവ് പാലം വരെയുള്ള കാഞ്ഞിരമറ്റം റോഡും ഉൾപ്പെടെ ടൗണിന്റെ പ്രധാനപ്പെട്ട റോഡുകൾ ഉൾപ്പെടുന്നതാണ് 23-ാം വാർഡ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ വാർഡിലെ പല ഭാഗങ്ങളിൽ കിടക്കുന്ന ലൈറ്റുകളും മിന്നുന്നില്ല. ഇവിടെയുള്ളവയിൽ കൂടുതലും 90 വാൾട്ടിന്റെ ലൈറ്റാണ്. വാർഡിലെ മറ്റു പല ഭാഗങ്ങളിലും LED പോലുള്ള ലൈറ്റുകൾ നന്നാക്കുന്നതിനായി ടെൻഡർ നടപടി സ്വീകരിക്കുകയും സ്ട്രീറ്റ് ലൈറ്റുകൾ കാര്യക്ഷമമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 90 വാൾട്ടിന്റെ ലൈറ്റ് നന്നാക്കുന്നത് സംബന്ധിച്ച് പലതവണ ചെയർമാനോട് സംസാരിച്ചെങ്കിലും ഇതിനാവശ്യമായ ഫണ്ട് നൽകുവാൻ തയ്യാറായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഉപവാസം ആരംഭിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് കൗൺസിലർ ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരസഭാ ഓഫീസ് മുതൽ കാഞ്ഞിരമറ്റം ജംഗ്ഷൻ വരെയുള്ള ഉടുമ്പന്നൂർ റോഡിന്റെ മാർക്കറ്റ് റോഡ് ഭാഗവും, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷന് സമീപത്തു നിന്ന് ആരംഭിച്ച് കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ സമാപിക്കുന്ന കാഞ്ഞിരമറ്റം ബൈപ്പാസും, കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മുതൽ മൂപ്പിൽക്കടവ് പാലം അവസാനിക്കുന്ന കാഞ്ഞിരമറ്റം റോഡും ഉൾപ്പെടെ ടൗണിൻ്റെ പ്രധാനപ്പെട്ട റോഡുകൾ ഉൾപ്പെടുന്നതാണ് തൊടുപുഴ നഗരസഭ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന 23-ാം വാർഡ്. ആ വാർഡിനെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തോളമായി ഈ വാർഡിൻ്റെ ടൗൺ ഭാഗങ്ങളിൽ കിടക്കുന്ന ലൈറ്റുകൾ 90 വോൾട്ടിൻ്റെ ലൈറ്റുകളാണ് ബഹുഭൂരിപക്ഷവും കിടക്കുന്നത്. എൻ്റെ വാർഡിൽ തന്നെ 45 ലൈറ്റുകളിലധികം 90ൻ്റെ ലൈറ്റുകൾ കിടക്കുന്നത്. മറ്റ് ബൾബുകൾ അല്ലെങ്കിൽ LED ഇത്തരത്തിലുള്ള 100-ലധികം ലൈറ്റുകൾ നന്നാക്കുവാനുള്ള ടെൻഡർ നടപടി സ്വീകരിക്കുകയും അത് നന്നാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാർഡിനുള്ളിലുള്ള ഭാഗങ്ങളിൽ ഒരുവിധം ലൈറ്റ് തെളിയുന്നുണ്ട്. പക്ഷേ ടൗൺ ഭാഗങ്ങളിൽ ലൈറ്റ് കഴിഞ്ഞ നിരവധി മാസങ്ങളല്ല വർഷങ്ങളായിട്ട് തന്നെ തെളിയാതെ കിടക്കുന്നു. ഈ ആവശ്യം കൗൺസിലിൽ പല പ്രാവശ്യം ഉന്നയിക്കുകയും അതുപോലെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുകയും ചെയർമാനോട് നേരിട്ട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും അത് ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ടോ മറ്റെന്തുകൊണ്ടാണെന്നറിയില്ല, എന്തായാലും 90ൻ്റെ ലൈറ്റ് നന്നാക്കുവാനുള്ള ഒരു നടപടിയും നാളിതുവരെ തൊടുപുഴ നഗരസഭ സ്വീകരിച്ചിട്ടില്ല. ചെയർമാന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ മറുപടി ലഭിക്കുന്നതുവരെ ഉപവാസം തുടരുമെന്നും PG രാജശേഖരൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മറയൂർ കാന്തല്ലൂർ മേഖലയിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടുത്തെ ശർക്കര നിർമ്മാണ യൂണിറ്റുകളും കൂടുതൽ സജീവമായിരിക്കുകയാണ്. സീസൺ ആരംഭിച്ചതോടെ നിരവധി സഞ്ചാരികളാണ് ലോകവിപണിയിൽ ഇടുക്കിയുടെ ബ്രാൻഡ് നെയിമായ മറയൂർ ശർക്കര തേടി ഇവിടേക്ക് എത്തുന്നത്. മറയൂരിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടുത്തെ ശർക്കര നിർമ്മാണ യൂണിറ്റുകളും കൂടുതൽ സജീവമായിരിക്കുകയാണ്. സീസൺ ആരംഭിച്ചതോടെ നിരവധി സഞ്ചാരികളാണ് ലോകവിപണിയിൽ ഇടുക്കിയുടെ ബ്രാൻഡ് നെയിമായ മറയൂർ ശർക്കര തേടിയെത്തുന്നത്. ദിനംപ്രതി 800 മുതൽ 900 ലിറ്റർ കരിമ്പിൻ ജ്യൂസിന്റെ ശർക്കര ഉൽപ്പന്നങ്ങളാണ് ഓരോ യൂണിറ്റുകളിലും നിർമ്മിക്കുന്നത്. 2 ടൺ കരിമ്പ് ഇടുവാണെങ്കിൽ ഒരു 850-900 ലിറ്റർ ജ്യൂസ് കിട്ടും. അത് പൈപ്പിൽ കൂടി പാത്രത്തിലേക്ക് വരും. അവിടെ ഫില്ലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ മാറ്റും. ഇവിടെ മാറ്റിയിട്ട് ഒരു 3-3.5 മണിക്കൂർ തീ കത്തിക്കുക. തുടർച്ചയായി തീ കത്തിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ പവർ കുറുകി വരും. പായസത്തിൻ്റെ ഭാഗം ആകുമ്പോൾ അവിടെ അപ്പുറത്തേക്ക് മാറ്റിയിട്ട് അവിടെ കുറച്ചുകൂടി തണുപ്പിച്ചിട്ട് കൈ കൊണ്ട് തന്നെ കൊണ്ടുപിടിക്കും. വേണമെങ്കിൽ അവിടെ വെച്ച് ചേർക്കും. ഇത് 3.5 മണിക്കൂർ, ജ്യൂസ് അടിക്കുവാണെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ ആകും. അങ്ങനെ തുടർച്ചയായി ചെയ്യുമ്പോൾ സമയം പറയാൻ പറ്റും. 3 മണിക്കൂർ 3 മണിക്കൂറാകും.
ന്യൂസ് ബ്യൂറോ, മറയൂർ. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ഡിസംബർ 26 മുതൽ നടന്നു വന്നിരുന്ന ക്യാമ്പാണ് ഇന്ന് സമാപിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ച സ്നേഹാരാമം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നാടിന് സമർപ്പിച്ചു. ഇതിനു പുറമെ ഗ്രീൻ ക്യാൻവാസ് തയ്യാറാക്കൽ, പോൾ ആപ്പ് പരിചയപ്പെടുത്തൽ, തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹ സംവാദം തുടങ്ങി നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു. കല്ലാനിക്കൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ 26 മുതൽ നടന്നു വന്നിരുന്ന ക്യാമ്പാണ് സമാപിച്ചത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയായിരുന്നു ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം. ഇതിന്റെ ഭാഗമായി NSS വോളണ്ടിയേഴ്സ് തയ്യാറാക്കിയ സ്നേഹാരാമം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ നാടിന് സമർപ്പിച്ചു. ഈ പ്രാവശ്യത്തെ ഈ ക്യാമ്പിന്റെ മുഖ്യ ധാര എന്ന് പറയുന്നത് നമ്മുടെ മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നല്ലൊരു ഗാർഡൻ ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. അതിമനോഹരമായി നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലാണ് അവർ അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. 9ാം വാർഡ് മെമ്പർ സുഭാഷ്, സ്കൂൾ പ്രിൻസിപ്പൽ ടോമി ഫിലിപ്പ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുലിമലയിൽ, പ്രദേശവാസികൾ തുടങ്ങിയവർ മനോഹരമായ ആരാമം നിർമ്മിച്ച കുട്ടികളെ അഭിനന്ദിച്ചു. ഡിസംബർ 26-ന് വിളംബരം ജാഥയോടുകൂടി ആരംഭിച്ച ക്യാമ്പിൽ ഗ്രീൻ ക്യാൻവാസ് തയ്യാറാക്കൽ, പോളാപ്പ് പരിചയപ്പെടുത്തൽ, തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്നേഹ സംവാദം, പ്രഥമ ശുശ്രൂഷ, സമദർശൻ, ഭാരതീയം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ക്യാമ്പിന് NSS പ്രോഗ്രാം ഓഫീസർ അനിൽ M. ജോർജ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ജൂഡിത്ത് ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സെബിൻ കെ. അബ്രേം, അധ്യാപകരായ നിക്സ് ജോസ്, ജോബിൻ ജോർജ്, സജി ജോസഫ്, ജോജോ ജോൺ, മേരി S., പ്രിൻസി ജോയ്, ലിനോമോൾ ജോസഫ്, ക്യാമ്പ് ലീഡർമാരായ ബാദുഷ ജാഫർ, അർഷിന KN എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കലയന്താനി. ഇടുക്കി വെള്ളിയാമറ്റത്ത് കുട്ടി കർഷകരായ സഹോദരങ്ങളുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തു. 17ഉം 15ഉം വയസ്സുകാരായ വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. മികച്ച കുട്ടി ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച വിദ്യാർത്ഥിയാണ് മാത്യു. വീടിനോട് ചേർന്നുള്ള ഫാമിലെ 13 പശുക്കളാണ് വിഷബാധയേറ്റ് ചത്തത്. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. അർദ്ധരാത്രിയോടെ 12 പശുക്കൾ കുഴഞ്ഞു വീണ് ചത്തു. ഒരെണ്ണം രാവിലെയാണ് ചത്തത്. 2 എണ്ണത്തിന്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആകെ 22 പശുക്കളാണ് വീടിനോട് ചേർന്നുള്ള തൊഴുത്തിലുണ്ടായിരുന്നത്. 17ഉം 15ഉം വയസ്സുള്ള ജോർജും സഹോദരൻ മാത്യുവും ചേർന്നായിരുന്നു പശുക്കളുടെ പരിപാലനം. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. ഞായറാഴ്ച വൈകിട്ട് 8 മണിയോടെയാണ് കപ്പയുടെ തൊലി തീറ്റയായി നൽകുന്നത്. ഇതിനു മുൻപും ഉണങ്ങിയ കപ്പത്തൊലി തീറ്റയായി നൽകിയിരുന്നു. വെയിലത്തിട്ട് ഉണങ്ങിയ ശേഷമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഞായറാഴ്ച കപ്പത്തൊലി തീറ്റയായി നൽകി വൈകാതെ പശുക്കൾ ചത്തുവീഴുകയായിരുന്നു. ഞാനും അനിയനും പാറയിലായിരുന്നു. അപ്പം അമ്മയും അനിയത്തിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം മുകളിൽ ഇപ്പോൾ 4 വർഷമായിട്ട് ഞങ്ങൾ അവിടുത്തെ ഡ്രയറിൽ നിന്ന് കപ്പത്തൊലി മേടിച്ച് മുകളിൽ വാർക്കയുണ്ട്, അപ്പോൾ വാർക്കയിലിട്ട് ഉണക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ അതുപോലെ നന്നായിട്ട് ഉണങ്ങിയ കപ്പത്തൊലി അമ്മ മറ്റേ ചാക്കിലാക്കി കൊടുത്തു. ഞാനും അതിന് മുകളിലായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി കിടന്ന് കരയാൻ ഒച്ച വയ്ക്കാൻ തുടങ്ങി. ഞങ്ങളോട് ഓടി വരാൻ പറഞ്ഞു, എന്നോട് അനിയനോടും. അപ്പം ഞങ്ങൾ ഓടി വന്നു. അപ്പം അവൾ പറഞ്ഞു എൻ്റെ കന്നാലിക്ക് ഇതുപോലെ പ്രയാസമാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ആയെന്ന് 1-2 എണ്ണത്തിനും അപ്രതീക്ഷിച്ചുള്ളൂ. അപ്പോൾ അടുത്തെത്തിയപ്പോഴത്തേക്കും എല്ലാം കിടന്ന് ഇങ്ങനെ കാല കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്കും അവിടെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. പിന്നെ അപ്പോഴത്തേക്കും ഇപ്പം ചത്തു. 10 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 2022-ൽ മികച്ച കുട്ടി ക്ഷീരകർഷകനുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 12-12:15 അറിഞ്ഞത്. അപ്പോൾ തന്നെ വന്നിരുന്നു. അപ്പം വന്നപ്പം പശുക്കൾ ചത്ത് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ഒരു 12 എണ്ണം ചത്തിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിന് ഓരെണ്ണോടെ ചത്ത് 13 എണ്ണമായി. പക്ഷേ ഇപ്പോൾ ഒരെണ്ണവും കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അതിൻ്റെയും കാര്യത്തിൽ ഡോക്ടർമാർ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി പശുക്കളൊക്കെ റിക്കവർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അറിയിച്ചിരുന്നു. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കം വന്നിരുന്നു. കൂടാതെ നമ്മുടെ മിനിസ്റ്റർ ഇവിടുത്തെ ഈ ഫാമിൻ്റെ ഉടമയായ നമ്മുടെ മാത്യുവിനെ വിളിച്ചിരുന്നു. നാളെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വിവിധ ധനസഹായങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട്. ചത്ത പശുക്കളുടെ മൃതദേഹങ്ങൾ ജില്ലാ വെറ്ററിനറി അധികൃതരുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ വിവിധയിടങ്ങളിലായി കുഴിയെടുത്ത് മറവ് ചെയ്തു. മരച്ചീനി തൊലിയിൽ നിന്നുള്ള വിഷം ഉള്ളിൽ ചെന്നത് മരണകാരണമായതാണ് പ്രാഥമിക നിഗമനം. ക്ഷീരവികസനം ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള സഹായം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ ക്ഷീരവികസന ഓഫീസർ പറഞ്ഞു. പക്ഷേ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമ്മളുടെ എല്ലാ വകുപ്പുകളും, ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും അലൈഡ് ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ശ്രമിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകുമെന്ന് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി നാളെ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ദുരന്തത്തിൽ അവരെ കൈപിടിച്ച് ഉയർത്താൻ വകുപ്പും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തും മറ്റ് എല്ലാ അലൈഡ് ഡിപ്പാർട്ട്മെൻറ്റും ശ്രമിക്കും. തീർച്ചയായിട്ടും ഒരു വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഈ
പുതുവർഷ പുലരിയിൽ സംഭവിച്ചത്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് കൈത്താങ്ങായിട്ട് കൂടെ തന്നെ ഉണ്ട് എന്ന് അറിയിക്കുന്നു. കുട്ടി കർഷകരുടെ ദുരിതം മനസ്സിലാക്കി വിവിധയിടങ്ങളിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് അർഹമായ സഹായം ഉറപ്പാക്കുമെന്ന് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് ഹാർഡ് ലിങ്ക്സ് ഗ്ലോബൽ വഴി കുട്ടി കർഷകനായ മാത്യു ബെന്നിക്കും കുടുംബത്തിനും ഒരു പശുവിനെ വാങ്ങിക്കൊടുക്കുമെന്നും തുടർന്നും സഹായങ്ങൾ ചെയ്യുമെന്നും ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം അറിയിച്ചു. 1.5 കോടി രൂപയ്ക്ക് റിസോർട്ട് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വ്യവസായിയിൽ നിന്നും 8 ലക്ഷം രൂപ കവർന്ന 2 അംഗ സംഘം പിടിയിലായി. ആനച്ചാൽ മന്നാക്കുട്ടി സ്വദേശികളായ പാറയ്ക്കൽ ഷിഹാബ്, പിണങ്ങോട്ടിൽ ഷിബു എന്നിവരാണ് പിടിയിലായത്. ദുബായിൽ ബിസിനസ് നടത്തുന്ന കൊല്ലം സ്വദേശി മനു ബാഹുലേയനാണ് തട്ടിപ്പിനിരയായത്. 1.5 കോടി രൂപയ്ക്ക് റിസോർട്ട് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വ്യവസായിയിൽ നിന്നും 8 ലക്ഷം രൂപ കവർന്ന 2 അംഗ സംഘമാണ് പിടിയിലായത്. ആനച്ചാൽ മന്നാക്കുടി സ്വദേശികളായ പാറയ്ക്കൽ ഷിഹാബ്, പിണങ്ങോട്ടിൽ ഷിബു എന്നിവരാണ് പിടിയിലായത്. ദുബായിൽ ബിസിനസ് നടത്തുന്ന കൊല്ലം സ്വദേശി മനു ബാഹുലയനാണ് തട്ടിപ്പിനിരയായത്. മനുവിന്റെ ഉടമസ്ഥതയിൽ കോവിൽക്കടവിൽ റിസോർട്ട് നടത്തിവരികയായിരുന്നു. അവിടെ മീൻ കച്ചവടത്തിന് വന്നാണ് ഷിഹാബ് മനുവിനെ പരിചയപ്പെടുന്നത്. മറയൂരിൽ CSI ചർച്ചിന്റെ കീഴിലുള്ള റിസോർട്ട് 1.5 കോടി രൂപയ്ക്ക് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മനുവിനെ പള്ളിവാസലിലുള്ള CSI ചർച്ചിലേക്ക് ഷിഹാബ് വിളിച്ചു വരുത്തി. ഷിഹാബിന്റെ കൂടെ ചർച്ചിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ് മനുവിനെ പരിചയപ്പെടുത്തുന്നത്. ചർച്ചിലേക്ക് നടക്കുന്നതിനിടയിൽ മനുവിന്റെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ച് ടീ പ്ലാന്റേഷനിലേക്ക് ഓടുകയായിരുന്നു. തുടർന്ന് മനു മൂന്നാർ പോലീസിൽ പരാതി നൽകി. 2 പേരെയും ഉദുമൽപേട്ടയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിടികൂടുമ്പോൾ പ്രതികളിൽ നിന്നും 39,000 രൂപയും തുടർന്ന് വീട് പരിശോധിച്ചപ്പോൾ 4 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. 2 പേരെയും കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി. ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലിറങ്ങിയ കാട്ടുപോത്ത് പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ശനിയാഴ്ച പകൽ എസ്റ്റേറ്റ് ലയങ്ങൾക്കരികിലെത്തിയ കാട്ടുപോത്ത് ഏറെ സമയം പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞു. കാട്ടുപോത്തിനെ കണ്ട് ജനങ്ങൾ ഭയന്നോടുകയും ലയങ്ങൾക്കുള്ളിൽ അഭയം തേടുകയുമായിരുന്നു. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്തടക്കമുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പ് അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലാണ് കാട്ടുപോത്തിറങ്ങിയത്. ശനിയാഴ്ച രാവിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്കരികിലാണ് കാട്ടുപോത്തിറങ്ങിയത്. ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലൂടെ എസ്റ്റേറ്റ് ലയങ്ങളിലേക്കെത്തിയ കാട്ടുപോത്തിനെ കണ്ട് ആളുകൾ പരിഭ്രാന്തരാവുകയും ഭയന്നോടുകയും ചെയ്തു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്കിറങ്ങുന്ന സ്ഥിതിയാണ് നിലവിൽ. ആദ്യം അകലെ നിന്നും എസ്റ്റേറ്റിലെ കന്നുകാലിയാണെന്ന് ഓർക്കുകയും എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് കാട്ടുപോത്താണെന്ന് തിരിച്ചറിഞ്ഞത്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ താമസിക്കുന്ന തൊഴിലാളി ലയങ്ങൾക്കരികിലെത്തിയ കാട്ടുപോത്തിനെ കണ്ട് ആളുകൾ ഭയന്നോടുകയായിരുന്നു. ആർക്കും കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായില്ല. കാട്ടുപോത്ത് ഇറങ്ങിയ സമയത്ത് നടപ്പുവഴിയിലും മറ്റും ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ കാട്ടുപോത്ത് ആക്രമണമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആളുകൾ താമസിക്കുന്ന ലയങ്ങൾക്കരികിലേക്കെത്തുന്ന കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പ് അധികൃതർ ഇടപെടണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. തൊടുപുഴ കാഞ്ഞിരമറ്റം റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കളർ ഗേസ് സ്റ്റുഡിയോ ആൻഡ് ആർട്ട് ഗാലറിയുടെ നവീകരിച്ച സ്ഥാപനം മാർക്കറ്റ് റോഡിൽ SNDP ഓഫീസിന് സമീപത്തുള്ള കുറ്റിയാനാൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. കളർ ഗേസ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ നിർവഹിച്ചു. വാർഡ് കൗൺസിലർ അഫ്സൽ ജമാൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. AKPA ജില്ലാ പ്രസിഡന്റ് KM മാണി ആദ്യ ചിത്രമെടുത്തു.
പെൻസിൽ ആൻഡ് പസിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിൽ നിന്നും സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്, ഗിഫ്റ്റ്, ഇ-മിത്രം സേവനങ്ങൾ എന്നിവ ലഭ്യമാകും. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം ഫൊറോന ചർച്ച് വികാരി റവറന്റ് ഫാദർ സ്റ്റാൻലി കുന്നിൽ നിർവഹിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ ഡീപോൾ പബ്ലിക് സ്കൂളിന് സമീപം കുറ്റിയാനാർ ബിൽഡിംഗിലാണ് പെൻസിൽ ആൻഡ് പസിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തൊടുപുഴ മാർക്കറ്റ് റോഡിൽ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ്, ഗിഫ്റ്റ്, ഇ-മിത്രം ഉപഭോക്തൃ സേവന കേന്ദ്രം എന്നിങ്ങനെ എല്ലാം ഒരു കൊടുക്കീഴിൽ ഒരുക്കിക്കൊണ്ട് പെൻസിൽ ആൻഡ് പസിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ചർച്ച് വികാരി റവറന്റ് ഫാദർ സ്റ്റാൻലി കുന്നിൽ നിർവഹിച്ചു. ഇ-മിത്രം സേവനങ്ങളായ മോട്ടോർ വാഹന വകുപ്പ് സംബന്ധമായ സേവനങ്ങൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ് സംബന്ധമായ സേവനങ്ങൾ, പഞ്ചായത്ത് ഓഫീസ് സംബന്ധമായ സേവനങ്ങൾ, പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾ, ഫുഡ് സേഫ്റ്റി ലൈസൻസ് സംബന്ധമായ സേവനങ്ങൾ, പ്രവാസികൾക്ക് ആവശ്യമായ രജിസ്ട്രേഷൻ, ക്ഷേമനിധി സംബന്ധമായ സേവനങ്ങൾ, വില്ലേജ് ഓഫീസ് സംബന്ധമായ സേവനങ്ങൾ, മറ്റ് ഇതര സേവനങ്ങളും പെൻസിൽ ആൻഡ് പസിൽ നിന്നും ലഭ്യമാക്കുമെന്ന് സ്ഥാപന ഉടമ നീതു മേരി ജോസഫ് പറഞ്ഞു. ഡീപോൾ സ്കൂളിന് സമീപം പെൻസിൽ ആൻഡ് പസിൽ ആൻഡ് ഇ-മിത്രം എന്ന പുതിയ സംരംഭം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. സ്കൂൾ സ്റ്റേഷനറി ഗിഫ്റ്റുകളും പിന്നീട് ഇ-മിത്രത്തിൻ്റെ സേവനമായ പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID, ആധാർ കാർഡ്, റേഷൻ കാർഡ്, പ്രവാസി സംബന്ധമായതും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, DTP, ഫോട്ടോസ്റ്റാറ്റ്, മിനി ATM എന്നിവ ഇവിടെ ലഭ്യമാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു. സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസുകളുടെ വിപുലമായ കളക്ഷനും പെൻസിൽ ആൻഡ് പസിലിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ DTP, ഫോട്ടോസ്റ്റാറ്റ്, മലയാളം, ഇംഗ്ലീഷ്, ലാമിനേഷൻ, മിനി ATM, ബസ് ടിക്കറ്റ് ബുക്കിംഗ്, റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് എന്നിവയും സ്ഥാപനത്തിൽ നിന്നും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു. ആര്യവൈദ്യശാലയുടെ കരിമണ്ണൂർ ഏജൻസി ഉദ്ഘാടനവും അസ്ഥിരോഗ നിർണയ ക്യാമ്പും നടന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു കേജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VJ ചെറിയാൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കരിമണ്ണൂർ ഏജൻസിയുടെ ഉദ്ഘാടനം കുഴിക്കാട്ടുമേലിൽ ബിൽഡിംഗിൽ വെച്ച് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു കെ ജോൺ നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ അസ്ഥിരോഗ നിർണയ ക്യാമ്പ് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജിയും ഡിസ്കൗണ്ട് കാർഡ് വിതരണം മെമ്പർ ആൻസി സിറിയക്കും ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 3 മാസത്തേക്ക് എല്ലാ മരുന്നുകളും 8% ഡിസ്കൗണ്ടിൽ നൽകുമെന്നും കൂടാതെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് BMD ടെസ്റ്റ് സൗജന്യമായി ചെയ്തു കൊടുക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. വാതരോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ, കുട്ടികളുടെ അസുഖങ്ങൾ, ചർമ്മരോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള പ്രതിവിധിയും കോവിഡാനന്തര ചികിത്സയും ഇവിടെ ലഭിക്കും. പ്രസവരക്ഷാ മരുന്നുകളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും സ്ഥാപനത്തിൽ നിന്നും നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര കായിക വികസനം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര കായിക വികസനം സാധ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായിട്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിച്ചത്. അടിമാലിയുടെ കായിക വളർച്ചയ്ക്ക് വേണ്ടുന്ന വിവിധ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്പോർട്സ് സമ്മിറ്റ് പങ്കുവച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവരെ എത്ര നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചൊരു ആസൂത്രിതമായ ചിന്തയോടുകൂടി തന്നെയാണ് അടിമാലി പഞ്ചായത്ത്
വിവിധ കഴിവുകൾ തെളിയിച്ച കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ക്ലബ്ബുകളുണ്ട്, ഇപ്പോഴും പ്രവർത്തനരഹിതമായി നിൽക്കുന്ന ക്ലബ്ബുകളുണ്ട്. അവിടെയെല്ലാം മുൻനിരയിലേക്ക് എത്തി. അടിമാലി പഞ്ചായത്ത് 23-24 സാമ്പത്തിക വർഷത്തിൽ ഒരു അക്വാട്ടിക് സെന്ററിൽ 15 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഉടനടി നടക്കുന്നതായിരിക്കും. ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ കായിക അസോസിയേഷൻ ഭാരവാഹികൾ, ക്ലബ് ഭാരവാഹികൾ, കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ മലയോര ജനത 9-ന് രാജ്ഭവൻ മാർച്ച് നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേടായ സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് 23-ാം വാർഡ് കൗൺസിലർ PG രാജശേഖരൻ പുതുവത്സര ദിനത്തിൽ തൊടുപുഴ നഗരസഭ ഓഫീസിനു മുന്നിൽ ഉപവാസ സമരം നടത്തി. കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ഡിസംബർ 26 മുതൽ നടന്നു വന്നിരുന്ന ക്യാമ്പാണ് ഇന്ന് സമാപിച്ചത്. ഇടുക്കി വെള്ളിയാമരത്ത് കുട്ടിക്കർഷകരായ സഹോദരങ്ങളുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തു. വീടിനോട് ചേർന്നുള്ള ഫാമിലെ 13 പശുക്കളാണ് വിഷബാധയേറ്റ് ചത്തത്. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. 1.5 കോടി രൂപയ്ക്ക് റിസോർട്ട് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വ്യവസായിയിൽ നിന്നും 8 ലക്ഷം രൂപ കവർന്ന 2-അംഗ സംഘം പിടിയിലായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.